ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ പേഴ്സണലി ചോദിച്ചിട്ടാ എന്താ ആദർശമായി വീഡിയോ ഇടാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് സ്നേഹമുള്ള ആൾക്കാർട്ടാ. അത് ആദ്യം പറയാം. നമ്മളിപ്പോൾ ഒരു കുറച്ചായിട്ട് എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ പോലും എവിടെയാണെന്ന് ചോദിക്കുന്ന ആൾക്കാർ നമ്മളോടൊപ്പം എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമുള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് ഇപ്പം നമ്മളതിന് റിപ്ലൈ കൊടുക്കാനിട്ട് ഞാൻ അപ്പോൾ ആര് മെസ്സേജ് അയച്ചാലും എവിടെയാണെന്നൊക്കെ ചോദിച്ചാലും എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചാലൊക്കെ ഞാൻ റിപ്ലൈ അയക്കലുണ്ട്. കാരണം നമ്മളെ സ്നേഹമുള്ള ആൾക്കാരാണല്ലോ എന്തായാലും നമ്മളെ അന്വേഷിക്കുക. അപ്പം ഇതിപ്പോൾ നെഗറ്റീവ് എന്നല്ല കേട്ടോ, നെഗറ്റീവ് അല്ല. ഞാൻ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി എല്ലാവരും പറഞ്ഞിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. കോഴ്സ് മീൻസ് എനിക്കൊരു ഫ്യൂച്ചർ പ്ലാനൊക്കെ ഞാൻ കണ്ടിട്ട് ചെയ്തതാണ്. എന്തായാലും അത് വർക്കൗട്ട് ആക്കണമെങ്കിലും ഏകദേശം ഒരു 1 year ഒക്കെ എന്തായാലും വേണ്ടി വരും. പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടി മീൻസ് പാസ്സായി. സർട്ടിഫിക്കറ്റിന് 2 മാസം കൊണ്ട് കിട്ടും. അപ്പം കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ പറഞ്ഞിടാം. യൂസ് ആവുന്നവരുണ്ടെങ്കിൽ മാക്സിമം യൂസ് ചെയ്തു. കാരണം നല്ലൊരു ചാൻസ് ആണെന്ന്. എന്താ വെച്ചാൽ ഇപ്പം ഒരു അസാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു സ്ഥാപനം. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പം ഞാൻ പഠിച്ച കോഴ്സിനൊന്നും ഒരു ഫീസും ഇല്ല കേട്ടോ. എനിക്കൊക്കെ ചിലവായിട്ട് പറഞ്ഞാൽ വണ്ടി കൂലിയും കാര്യങ്ങളൊക്കെ ചിലവായിട്ടുള്ളൂ. അത് ഞാൻ തൃശ്ശൂർ ആര്യൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പോയിനി. പക്ഷേ ഹോസ്റ്റലിൽ നമുക്ക് ഫുഡിൻ്റെ കാര്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 41 കിലോമീറ്റർ ഡെയിലി അങ്ങോട്ട് 41 ഇങ്ങോട്ട് 41 ഏകദേശം ഒരു 80 സംതിങ് കിലോമീറ്റർ ഡെയിലി പോയി വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു വിശേഷമൊക്കെ ചുമ്മാ ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടൊരു വീഡിയോ ചെയ്തോ. ഞാൻ ആ സമയത്തൊക്കെ ആര്യനോട് പറയും, ജസ്റ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീഡിയോ സംഭവം എന്താ പറയുക, എനിക്ക് വീഡിയോ ചെയ്യാൻ വേറെ പ്രശ്നമുള്ളൊരായിട്ടൊന്നുമല്ല കേട്ടോ. പക്ഷെ എന്താ പറയുക, ഓരോരോ തിരക്കായിപ്പോയി ഗൈസ്. അതേപോലെ എനിക്ക് കുറച്ച് ദിവസം തൃശ്ശൂർ നിന്നപ്പം എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവേണ്ട സമയം ഉണ്ടാവും, അതേപോലെ തന്നെ സങ്കടം ഉണ്ടാവേണ്ട സമയം ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മളെ പല ഓരോ എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടോ അതെല്ലാം ഒരാളുടെ ജീവിതത്തിൽ കടന്നു പോകണം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളെ ജീവിതം പഠിക്കുള്ളൂ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ തൃശ്ശൂർ നിന്ന സമയത്ത് എനിക്ക് അത് തൃശ്ശൂർ നിൽക്കുമ്പോൾ പറഞ്ഞാൽ അത് വൈഫ് ഹൗസാണ് തൃശ്ശൂർ. എൻ്റെ അവിടെ കോഴിക്കോട് എല്ലാവർക്കും അറിയാലോ. അതിൽ തൃശ്ശൂർ നിന്നപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് തുടക്കത്തിൽ ഞാൻ ഇപ്പോൾ തൃശ്ശൂർ സാധാരണ പോയാൽ 2-3 ദിവസമൊക്കെ സാധാരണ ഇപ്പം മാക്സിമം ഒക്കെ നിന്നിട്ട് അങ്ങനെയൊക്കെ പോരല്. ഇപ്രാവശ്യം എന്തായാലും ഒരു മാസത്തിനടുത്ത് അവിടെ തന്നെ ആയിരുന്നല്ലോ. എനിക്ക് ആ ഒരു മാസം ഒരിക്കൽ പോലും അയ്യോ ഞാനവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു മോശമാവുമോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഒരിക്കൽ പോലും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം അവിടെ അച്ഛനും അമ്മയും എന്നെ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ട്രീറ്റ് ചെയ്യുക മീൻസ് എന്നെ നോക്കുന്നത് ആര്യയുടെ ഹസ്ബൻഡ് എന്നുള്ള രീതിയിലല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നോക്കുന്ന സ്വന്തം മോനെ പോലെ തന്നെ. മോനെ പോലെ പറഞ്ഞാൽ ഇപ്പം തെറ്റ് കണ്ടാൽ ചീത്ത പറയും കേട്ടോ. സംഭവം അത് തെറ്റാണെന്ന് അമ്മയും അച്ഛനും പറയും. പക്ഷെ അമ്മ പറയുന്നത് അച്ഛൻ പറയുന്ന 2 രീതിയിലേക്കും. ഇപ്പം അച്ഛൻ പറയുമ്പോൾ അത് എന്താ പറയുക വേറെ. ഇപ്പം അമ്മ പറഞ്ഞ് മോനെ അങ്ങനെ ഇങ്ങനെ സംഭവം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. അച്ഛനും അമ്മയൊക്കെ തന്നെ സ്വന്തം മോനെ പോലെ നോക്കി. അത് ഇപ്പോഴും പറയുമ്പോൾ നമുക്കൊരു ഇതാ. കാരണം ഞാനൊരു പക്ഷേ ഹോസ്റ്റലിലാണ് നിന്നെങ്കിൽ എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നു എനിക്ക് നല്ലോണം അറിയാനു. പക്ഷേ എങ്കിലും ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാച്ച്. കാരണം എന്താ വെച്ചാൽ കുറേ ദൂരം വണ്ടി ഓടിക്കണ്ടല്ലോ. പക്ഷേ അപ്പം അമ്മയച്ഛൻ പറഞ്ഞാൽ അത്രയും ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഫുഡ് റെഡി ആവില്ല, അത് റെഡി ആവില്ല, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ തൃശ്ശൂരിൽ നിന്നത്. പക്ഷെ എനിക്ക് അവിടെ നിന്നപ്പോൾ ഒരിക്കൽ പോലും എനിക്കൊരു ഇമോഷണലി എനിക്കൊരു അയ്യോ മോശമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം പോലും എനിക്ക് ഉണ്ടായില്ല. ഞാൻ ഇപ്പോൾ പോരുമ്പോൾ പോലും അച്ഛനും അമ്മയും പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞത്. കാരണം ഓണൊക്കെ വരാൻ പോകുന്നില്ല, ഈ അപ്പം വേണം നമുക്ക് അപ്പം പോയിട്ട് വരാം, അങ്ങനെ ഞാൻ പിന്നെ എന്താ പറയുക ഇപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ വീട് ഇങ്ങനെ അടച്ചിട്ടല്ലോ. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ തന്നെ നിറയെ പുല്ലൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ 2 ദിവസം കഴിയട്ടെ, അതിന് പണിക്കാരെ വിളിക്കണം, ക്ലീനാക്കലും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ തൃശ്ശൂരിൽ നിന്ന ദിവസങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന്. ഇപ്പം നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ, അവർ നമുക്കൊരു താങ്ങും തണലൊക്കെ ആയിട്ട് മാറുമ്പോൾ ജീവിതം തന്നെ മാറും എന്നുള്ളത് ഞാൻ പഠിച്ച്. വിചാരിച്ച് ആരും കുറ്റം പറയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അമ്മപ്പം അതായത് ഇപ്പം എൻ്റെ അമ്മപ്പം എന്നെ വിളിക്കും, എന്താ കാര്യം, എന്താ അവസ്ഥ ചോദിക്കാൻ. എല്ലാവരും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും അങ്ങോട്ടും കൂടെ സ്നേഹത്തില്ല. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താ വെച്ചാൽ ഞാൻ തൃശ്ശൂർ ആയ സമയത്ത് എന്നെ അച്ഛനും അമ്മ ഇങ്ങനെ നോക്കിയെന്നേ പറഞ്ഞല്ലോ. അയച്ചിട്ട് ഇനി ഒരിക്കലും താഴെ വന്നിട്ട് പൊങ്കാലിടരുത്. യൂട്യൂബിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പം
ഇതൊരു പ്ലാറ്റ്ഫോം പറയുമ്പോൾ ടോട്ടൽ എല്ലാവർക്കും കൂടി ഉള്ള യൂട്യൂബ് എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും ഉള്ള. അപ്പോൾ എല്ലാവർക്കും ലൈക്ക് അടിക്കാനും കാണാനും കമൻ്റ് ഇടാനും ഒക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ്. അതൊന്നും അല്ലാന്നല്ല, പക്ഷേ എങ്കിലും ചില ആൾക്കാർ മനഃപൂർവ്വം അപ്പോൾ ഒരാഴ്ച മുന്നേ ഉണ്ടാക്കിയതോ 2 ദിവസം മുന്നേ ഉണ്ടാക്കിയതോ അക്കൗണ്ടൊക്കെ ആയിരിക്കും. അതിൽ വന്നിട്ട് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച് ഇടുന്ന വീഡിയോ വേറെ, അതിൽ വന്നിട്ട് ഇടുന്ന കമൻറ്റ് വേറെ, ഒക്കെ അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ഞാനെന്തായാലും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പറഞ്ഞത്. ഞാൻ അപ്പോൾ അവിടെ പോയ സമയത്ത് എനിക്ക് അവിടെ നിന്ന് അച്ഛനും അമ്മയും അങ്ങനെയും നല്ല അച്ഛനും അമ്മയും മാത്രമല്ല കേട്ടോ. ഇപ്പം നമുക്ക് അവിടെ ഞാനവിടെ നിൽക്കുന്നത്തേക്ക് പിന്നെ ഇടയ്ക്ക് വൈകുന്നേരത്തെ ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ് നിത്താരം മുകളിൽ ചെറുത് ഞാൻ വീഡിയോ ഇട്ടില്ലേന്. അപ്പോൾ ഞാനവിടെ എത്തുമ്പോൾ എന്താ പറയുക, എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ വേഗം വന്ന ഉടനെ വേഗം കുളിക്കും. സാധാരണ എനിക്ക് കുളിക്കാൻ നല്ല മടിയാണ്. എൻ്റെ ആദ്യം എന്നോട് പറയും കോഴിക്കോടൊക്കെ ആകുമ്പോണ്ടല്ലോ കുളിക്കാൻ പറഞ്ഞ് വൈകുന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിയേ കുളിക്കുള്ളൂ. അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് ഞാൻ ചെറുതിൻ്റെ അടുത്തേ പോകും. കുളിച്ച് ക്ലാസ് വന്നു കഴിഞ്ഞാൽ എന്തായാലും കുളിച്ച് പോകണല്ലോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവിടെയൊക്കെ കുറേ കണക്ഷൻസ് ആയി ഇപ്പോൾ. എന്താ വെച്ചാൽ നമ്മൾ വൈകുന്നേരം എത്തിക്കഴിഞ്ഞാലും ഇപ്പം മാളു ആയാലും അച്ചു ആയാലും അതു ആയാലും അർജുനും എല്ലാവരും എല്ലാവരും ചെറുതാണ്, എല്ലാവരും വരും. അപ്പോൾ ഒരു ടൈം നമ്മൾ പോസ്റ്റ് അടിക്കില്ലേനും. ഇതിപ്പം നമ്മൾ നിലവിലിപ്പം വലിയ പോസ്റ്റ് അല്ല, എന്നാലും ഒറ്റയ്ക്കാകുമ്പോഴൊരു മെൻ്റലി ഒരു ഷോക്ക് ഉണ്ടാവുമല്ലോ. ഇപ്പം എന്തായാലും കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ പോകാണ്ട്, അപ്പോൾ കുറേ പരിപാടികളുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം കുറച്ച് തിരക്കാവും. അപ്പോൾ ഞാൻ നോർമലി ഇപ്പം നമുക്ക് ക്ലാസ്സിലിപ്പം ഞാൻ ലാസ്റ്റ് ദിവസം ആയപ്പോഴേക്കും എന്താ പറയുക എല്ലാവരും കൂടി ഇപ്പം പോവുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ഫ്രണ്ട് ജസ്റ്റ് ഒരു പാട്ട് പാടുന്ന ഒരാളാണ്. ഐ മീൻ നാടൻ പാട്ടൊക്കെ പാടുന്ന ഒരു 18-19 ആണ്. പിന്നെയൊക്കെ എന്നെക്കാളൊക്കെ നല്ല വയസ്സ് കുറവാണ്. അപ്പോൾ ആൾ അന്ന് ലാസ്റ്റ് ദിവസത്തേക്ക് ഒരു ചെറിയൊരു ഓൻ തന്നെ ഉണ്ടാക്കിയൊരു സംഭവമൊക്കെ എടുത്ത് വന്ന് പാട്ടൊക്കെ പാടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് എന്നാൽ ഇതൊക്കെ എടുത്ത് യൂട്യൂബിൽ ഇട്ടാൽ പറഞ്ഞപ്പോൾ ആട്ടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണം. അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മളെ കോളേജ് കാണിക്കണം. അതേപോലെ തന്നെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഞങ്ങൾ നമ്പർ കാണിക്കാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് കോളേജിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം. കോളേജിൽ പോകുമ്പോൾ ഈ ഒരു സ്ഥലം ഒരിക്കലും മറക്കില്ല കേട്ടോ. കാരണം എടപ്പാൾ എത്തിക്കഴിയുമ്പോൾ ഇനി കോളേജിലേക്ക് കുറച്ചല്ലേ ഉള്ളൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റി. കാരണം ബൈക്ക് എടുത്തിട്ടാണ് പോലെ കൂടുതലും. അപ്പോൾ ബൈക്ക് എടുത്ത് പോകുമ്പം ഈ ബൈക്ക് ഓടിച്ചിട്ട് ഏകദേശം 41 കിലോമീറ്റർ ഓടിക്കുമ്പോഴേക്കും അല്ലേ നമ്മൾ ഉപ്പാടാൽക്കും സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ എടപ്പാൾ എത്തിക്കഴിയുമ്പോൾ ഇനി കുറച്ചുകൂടി അല്ലേ ഉള്ളൂ എന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ട് എടപ്പാൾ ഞാൻ എപ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ എടപ്പാൾ ഇത് ഈ ചിന്തയിലെ പോലെ. ഇവിടെ എടപ്പാളിൽ കുറച്ചല്ലേ കേട്ടോ, താവന്നൂരോ അങ്ങനെ ആ സ്ഥലത്തിൻ്റെ പേര്. അതിപ്പോൾ ഈ ക്ലാസ് പോകുമ്പോൾ മാത്രമല്ല കേട്ടോ, ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരുമ്പോൾ ഈ എടപ്പാളെത്തുമ്പം പിന്നെ വീട്ടിലേക്ക് കുറച്ചല്ലേ ഉള്ളൂ എന്നുള്ളൊരു സമാധാനത്തിലാണ് സാധാരണ പോരൽ. ഇപ്പോൾ ഏകദേശം നമ്മൾ കുറ്റിപ്പുറം എത്തുമ്പോൾ റൈറ്റ് സൈഡ് പാലൊക്കെ റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡൊക്കെ അല്ല, ഇടത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കേട്ടോ കോളേജ്. സംഭവം ഈ കോളേജ് അടിപൊളി കേട്ടോ. നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായിരിക്കും എപ്പോഴും. ഇപ്പം നമുക്കിപ്പോൾ ക്ലാസ്സിലെ ആംബിയൻസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ വർക്ക് പ്ലേസ് ആയിക്കോട്ടെ, ഒക്കെ എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇതിപ്പോൾ എനിക്കൊരു ജസ്റ്റ് ചെയ്യുന്നത് സംഭവം പ്രൊമോഷൻ പോലെ പറയുന്നില്ല കേട്ടോ. താല്പര്യമുള്ളവർ ചെയ്യേണ്ട ഒരു നല്ലൊരു കോഴ്സ്, ഒരുപാട് കോഴ്സ് ഉണ്ട് കേട്ടോ. നല്ല കോഴ്സ് എന്നല്ല, ഒരുപാട് കോഴ്സ് ഉണ്ട്. ഞാൻ വെഹിക്കിൾ റീഫിനിഷിംഗ് എന്നിട്ടൊരു കോഴ്സ് എടുത്തത്. എന്താ വെച്ചാൽ എനിക്ക് ഫ്യൂച്ചറിലേക്ക് ചെറിയ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ട്, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സോങ് നമ്മളൊരു കമ്പനിക്കാരൻ പാട്ട് പാടുന്നതുകൊണ്ട് ചെറിയൊരു ഈ നാടൻ പാട്ട് ട്രൂപ്പിലൊക്കെ പാടുന്നത്. അപ്പോൾ വരുമ്പോൾ കൊണ്ടുവന്നതിൻ്റെ ഒരു ഓൻ തന്നെ ഉണ്ടാക്കിയൊരു സാധനമൊക്കെ എടുത്തിട്ടായിട്ട് വന്നത്. അപ്പോൾ അവൻ്റെ ചെറിയൊരു പാട്ട് ഞാൻ കുറേ എടുത്തിനും കുറച്ച് ഭാഗം ഞാൻ വെക്കാം. അപ്പനെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തുണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്.
സംഭവം പാട്ട് അടിപൊളിയില്ലേ. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഞാൻ പിന്നെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതിൽ ലാസ്റ്റ് നമ്മളൊരു പിക്ക് എടുത്ത്, ഇത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളാട്ടോ നമ്മളെ ട്യൂട്ടർ. ഇന്ത്യ ഏകദേശം നമ്മളൊരു സെയിം ഏജാ. അപ്പോൾ അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരിട്ട് പോകുന്നുട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല, കോഴിക്കോടേക്ക് നേരെ പോകുന്നു. പിന്നെ ഇന്നലെയൊക്കെ നല്ല വരുമ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ടായി. കാരണം അത്രയും ദിവസം ബൈക്ക് ഓടിച്ചിട്ട് ബൈക്കിൽ ഒന്നാമത്തെ എന്താ വെച്ചാൽ ചില ദിവസമൊക്കെ നേരത്തെ എത്തും, ചില ദിവസം നേരെ വൈകി എത്തും. അപ്പോൾ നേരെ വൈകുന്ന ദിവസം അത്യാവശ്യത്തിന് പോക്ക് പോകേണ്ടി വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചില ദിവസം നല്ല മഴയ്ക്കും, ചില ദിവസം നല്ല വെയിലേക്കും. എന്തായാലും ഓരോരോ ടാസ്ക്. അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ടൊന്ന് വീഴുകയും ചെയ്ത്, സ്റ്റെപ്പ് ഒന്നൊന്ന് നൈസായിട്ട് വീണ്, ചെറിയൊരു വീഴ്ച. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ കോഴിക്കോട് എത്തി. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാണ്ട്, ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഒന്ന് അടിപൊളിയായിട്ട് ഇനി കുറച്ച് ഡെസ്പ് ആവണം എന്നൊക്കെ പറയാം. ഡെസ്പ് മീൻസില്ലേ, ഒരിക്കലും ഇല്ലേ ഫാമിലി ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡെസ്പ് നല്ലതായിട്ടാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഒരിക്കലും ഇങ്ങനത്തെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ രീതി കൺവേ ചെയ്തിട്ട് പലയിടങ്ങളിലേക്കും സംസാരം വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ എന്താ പറയുക, ഇന്ത്യയൊക്കെ ലൈഫ് സത്യം പറഞ്ഞാൽ സ്വർഗം എന്നേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. കാരണം ചുറ്റിലും എത്രയോ ആൾക്കാരെ ജീവിതം പഠിക്കുമ്പോഴല്ലേ നമുക്കൊക്കെ എത്രയോ സ്വർഗത്തിലാണ്. അപ്പം ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ 2 ദിവസം മുമ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ ആൾക്കാർ ഓരോ നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിക്കോട്ടെ, കയറി കിടക്കാൻ ഒരു ഇടമില്ലാത്ത അവസ്ഥയിലായിക്കോട്ടെ, എത്രയോ ആൾക്കാർ ചുറ്റിലുണ്ട്. എത്രയോ എന്ന് പറഞ്ഞാൽ എത്രയോ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ലൈഫ് എത്രയോ ബെറ്ററാണ്. അതായത് ഇപ്പോൾ സ്വർഗം തന്നെ പറയാം, സ്വർഗത്തിൽ തന്നെ. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ തന്നെ അത് നമ്മളെ പ്രശ്നം നമ്മളായിട്ട് തന്നെ ക്ലിയർ ചെയ്യുക. ഒരിക്കലും നമ്മളെ പ്രശ്നം മറ്റൊരാളോട് ഷെയർ ചെയ്യാണ്ടിരിക്കുക, അത് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഷെയറിങ്ങിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പണി കിട്ടുക. കാരണം നമ്മളെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് പറഞ്ഞാൽ ഈ ഇമോഷണലായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരാൾ താങ്ങായിട്ട് വരുമ്പോൾ, ആ താങ്ങായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടല്ലോ, നല്ലൊരു നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മളൊരാളെ കാണുക. നമ്മളെ വിശ്വസിച്ച് പറയുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് തിരിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പണിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പഠിക്കുകയുള്ളൂ. പിന്നെ ജീവിതം നമ്മളെല്ലാം പഠിക്കണം. ഇപ്പം നിലവിലിപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തായാലും ആര്യം കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ആര്യം ഇപ്പം എന്താ പറയുക, ഓണം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ആര്യനോട് ഓണം കഴിഞ്ഞിട്ട് വന്നാൽ മതി. കാരണം എനിക്കിവിടെ കുറച്ച് ഇൻ്റർവ്യൂസിനോട് വരാൻ വേണ്ടി നിന്നതായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ സ്റ്റക്കാവും. കാരണം എനിക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകണം, ഇപ്പോൾ എറണാകുളത്തോ അല്ലെങ്കിൽ കണ്ണൂരോ എവിടെയെങ്കിലും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കില്ല. ഇൻ്റർവ്യൂ പറഞ്ഞപ്പോൾ ഇന്ന് കോഴ്സ് കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. സംഭവം ഒരു ഷോറൂമിലേക്ക്, വണ്ടീൻ്റെ ഷോറൂമിലേക്ക് കുറേ ആൾക്കാർ പോയി. ഞാൻ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഇന്ന് നടക്കില്ല. കാരണം ഞാൻ വേറൊരു കമ്പനിയിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ ഇൻ്റർവ്യൂ ഒന്ന് ജസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള നോക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇപ്പം നിലവിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇപ്പം വീഡിയോ വലിയ ദീർഘിപ്പിക്കുന്നില്ല സംഭവം. ഇനി അങ്ങോട്ട് കുറച്ച് നമുക്ക് പോസിറ്റീവായിട്ട് എല്ലാവരും കൂടെ നിൽക്കാം. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാണ്ട് എൻ്റെ വീഡിയോ ഇടാത്ത, യൂട്യൂബിൽ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നോർമലായിട്ട് സ്റ്റാറ്റസ് ഇട്ട് വീഡിയോ ഒക്കെ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച് ഇതാരോട് എന്നോട് ചോദിച്ച് എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു. സംഭവം ഉണ്ടല്ലോ, ഞാൻ ഒരു കാര്യം ഞാൻ സാധാരണ മനുഷ്യനാണ്. സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ആയിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു പാട്ടോടുള്ള കഴിവോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ കഴിവൊന്നും എനിക്കില്ല. ഞാൻ സിമ്പിളായിട്ടൊരു മനുഷ്യനാണ്. അപ്പം എൻ്റെ ലൈഫിലേക്ക് ആര്യ വന്നതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആര്യപ്പുറം നിന്ന് ഇപ്പോൾ സാധാരണ നോർമൽ വീഡിയോസ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയുള്ളൂ എൻ്റെ ജീവിതം. അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ കഴിവൊന്നുമില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ ഇഷ്ടമുണ്ട് എന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഇന്നലെ പോലും ഞാൻ എൻ്റെ കാറ് സർവീസിന് കൊടുത്തിട്ട് വരുന്നത്, പെരുവയിലേക്ക് നടക്കുക. അപ്പം നടക്കുന്ന സമയത്ത് ഒരു ചേച്ചി മീൻസ് ഒരു വയസ്സുണ്ട്, കുറച്ച് വയസ്സുണ്ട്. ആ ചേച്ചീനോട് യൂട്യൂബിലൊക്കെ ഉള്ള അപ്പോൾ ഞാൻ ആ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മേൻ്റെ വോയിസ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീഡിയോസ് ഇനിയും സപ്പോർട്ട് ചെയ്യുക.
നമ്മൾക്കിപ്പോൾ അത് എനിക്കുമായിരിക്കും സത്യം പറഞ്ഞാൽ യൂട്യൂബ് എന്നുള്ളത് ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങളിപ്പോൾ വീഡിയോസൊക്കെ നല്ല കുറവാണ്. കാരണം വീഡിയോ ചെയ്യണമെന്നുണ്ടാവും, പക്ഷേ വീഡിയോ ചെയ്യാനുള്ളൊരു അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല. മടിയായിട്ടല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ മടിയല്ല, വീഡിയോ ചെയ്യാനൊക്കെ നല്ല താല്പര്യമുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിലേക്ക് ആയിരിക്കായാലും ഞാനതിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മളെ ഒരു മൈൻഡൊക്കെ കുറച്ച് റിലാക്സ് ആവും എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആയിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ സംഭവം നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യുന്ന സമയത്തേക്ക് ഒരുപാട് എന്തൊക്കെയോ ഒരു തടസ്സം പോലെ. പിന്നെ എല്ലാം തടസ്സങ്ങളൊക്കെ മാറട്ടെ, നമുക്ക് ലൈഫിൽ ഇനി എല്ലാം നല്ലത് സെറ്റ് ആവട്ടെ. അതിൻ്റെ വീഡിയോസൊക്കെ എന്തായാലും ഡെയിലി ഇടണം എന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോസിൽ കൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.